ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാളെ ഒരു ദിവസം ചിക്കൻ വാങ്ങിയപ്പോൾ അതിന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇവർക്ക് ഗ്രീൻ ചില്ലി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നു ഗ്രീൻ ചില്ലി ഉണ്ടാക്കി തായോ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. മല്ലിച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഗ്രീൻ ചില്ലി തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വൈകുന്നേരത്താട്ടോ ഈ പരിപാടി ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പച്ചമുളകും പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഒക്കെ പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ട് എരിവിനുള്ളതൊക്കെ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കളറ് മാറില്ലേ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും ചിലപ്പോൾ കളറ് മാറും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇതിൻ്റെ ലാസ്റ്റാണ് ഇതിൻ്റെ രസം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ചെറുനാരങ്ങയും കൂടി ആയിക്കോട്ടെ. അപ്പോൾ ടേസ്റ്റിന് ഒട്ടും കുറവ് വേണ്ട വിചാരിച്ചിട്ട് അതിൻ്റെ കുരിയൊക്കെ മാറ്റി ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിത് മിക്സിയിൽ അങ്ങോട്ട് അടിക്കാം. മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കാണ്ട് അടിക്കാം കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വെള്ളമൊക്കെ അതിലുണ്ട്. നമ്മൾ ഈ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞ് വരുമ്പോൾ അതിലൊക്കെ വെള്ളം ഉണ്ടാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക, വെളുത്തുള്ളി എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് നന്നാക്കാൻ മടിച്ചിട്ട് ഇരുന്ന് ഒരുമിച്ച് അങ്ങോട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെയിലത്ത് വെച്ചു. ഇപ്പോൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പപ്പടം വരെ പൊളച്ച് വരുന്ന സമയമില്ല, അത്രയും വെയിലാണിപ്പോൾ. അപ്പോൾ വെയിലത്ത് വെച്ചപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് പിന്നെ പോരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ കുറച്ച് വെച്ചിട്ട് പിന്നെ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ടേക്കുന്നത്. കുറച്ച് പെരുംജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോക്കൂ. സംഭവം ടേസ്റ്റ് തന്നെ കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ച് കാണുമ്പോൾ മൈലാഞ്ചിയുടെ ലുക്ക് ഉണ്ടല്ലേ. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നല്ല പച്ച കളറുണ്ട്. വീഡിയോയിൽ നമ്മുടെ ക്യാമറയുടെ ഡിസ്പ്ലേ ഒന്ന് പോയിട്ട് രണ്ടാമത് ഡിസ്പ്ലേ മാറ്റിയപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്ലിയർ മൊത്തം പോയിക്ക്. വീഡിയോ എടുക്കാൻ തന്നെ ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ലാത്തത് അത് കാരണം. വീഡിയോ നമ്മൾ അടുക്കളയിലേക്കൊക്കെ എല്ലാ സംഭവങ്ങളും മാറ്റി അടുക്കളയിലേക്കൊക്കെ മാറ്റി വന്നപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി വന്നപ്പോൾ തീരെ ഒരു പുകമയ ആയി, തീരെ വെളിച്ചില്ല. അങ്ങനെ എന്താ പറയുക, ഇനി അതെങ്ങനെ ശരിയാക്കാമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് മസാല അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തിട്ട്, അതൊരു ആവശ്യത്തിനാട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കനിലത്തെ എല്ലില്ലാത്ത പീസാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എല്ലില്ലാത്ത പീസ് കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് ആദ്യം അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കും. പിന്നെ എല്ലുള്ളതും ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അതിന് കുറച്ചും കൂടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കറിക്കും കൂടി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി മാറ്റി വെച്ചു. അപ്പോൾ 2 കിലോ ചിക്കൻ മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ 4 പ്രാവശ്യം കറി വെച്ചേക്കുന്നു കേട്ടോ. നിങ്ങൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ഓരോ പിശുക്കത്തരങ്ങളൊക്കെ? സംഭവം നമ്മൾ കറി വെക്കണേക്കാളും നല്ലത് ഇങ്ങനെ കേട്ടോ. നന്നായി കഴുകി ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് കറി വെച്ചാൽ മതി. അത് നല്ലത്. കുറച്ച് മസാലയും കൂടി പുരട്ടി വയ്ക്കുക വെച്ചാൽ നല്ലതാട്ടോ. പച്ച ഇറച്ചി വെക്കണേക്കാളും നല്ലത് നമ്മൾ വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടൊന്ന് തിരുമ്പിയിട്ട് വെച്ചാലും നല്ലതാണ് കേട്ടോ. ഇനിതാ ഈ പച്ച കളറിലുള്ള നമ്മുടെ അരപ്പ് ഇതിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് എന്തോ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, അതിൽ മഞ്ഞൾപ്പൊടി ഇടായിരുന്നു എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഉമ്മച്ചൊന്നും മുണ്ടാണ്ടിരുന്നേ, അത് മഞ്ഞ കളറിട്ട മഞ്ഞ കളറല്ലേ വരുള്ളൂ, പച്ച കളർ വരുമോ എന്നും ചോദിച്ചിട്ട് അവ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും പച്ച കളർ തന്നെ ഇട്ടിട്ട് അത് അങ്ങനെ തിരുമ്മി കൂട്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. ഒന്ന് നന്നായിട്ടൊന്ന് ഉപ്പും മുളകൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരട്ടെ, ചോറുണ്ണണ സമയത്ത് പൊരിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കുട്ടികൾ പഠിക്കാനും എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതിനൊക്കെ പോയി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം, ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദോശക്കല്ലിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ദോശക്കല്ലിൽ പൊരിച്ചെടുക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ എണ്ണയിലാണ് ഞാൻ പൊരിച്ച് വന്നപ്പോൾ പച്ച കളറും ഇല്ല, മഞ്ഞ കളറും ഇല്ല, കറുപ്പ് കളറാണ് കേട്ടോ. പച്ച കളറിൽ ഈ സംഭവം കിട്ടും നമുക്ക്. പക്ഷെ കുഞ്ഞു പറഞ്ഞു അത് വെന്തിട്ടില്ല, മൊരിക്കി എന്ന് പറഞ്ഞു തരും. ഞാൻ അങ്ങോട്ട് മൊരിയിച്ചു. ചില ഭാഗമൊക്കെ പച്ച കളറും ചില ഭാഗം കറുപ്പ് കളറും ആയിട്ട്. അങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ ചില്ലി ചിക്കൻ തയ്യാറായത്. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മത്തി കിട്ടിയത്. മത്തിയൊക്കെ കിട്ടിയിട്ട്
വലിയ മത്തി കണ്ടിട്ട് എത്ര കാലമായി എന്നറിയോ. അങ്ങനെ നമ്മുടെ മത്തിക്കുട്ടൻ വലുതായിരിക്കുന്നു. 100 രൂപയ്ക്ക് ആകെ എത്ര മത്തി കിട്ടിക്കണത്? 1/2 കിലോ മത്തിയാട്ടോ കിട്ടിക്കണത്. അതായത് 3 6 മത്തി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അലക്കാളത് ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. കുഞ്ഞു ആനയുടെ ചോട്ടിൽ പാപ്പാനിരിക്കണ പോലെ സൈക്കിളിൻ്റെ ചോട്ടിൽ എപ്പോഴും ഉണ്ടാവും. ഈ മിറ്റം അടിച്ചിട്ടില്ല കേട്ടോ. അപ്പുറത്തെ മിറ്റമൊക്കെ അടിച്ചു വരി കുറച്ച് ചൂലൊക്കെ ചീന്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ചീന്നണം. അപ്പുറത്തൊക്കെ അടിച്ചു വരുമ്പോഴേക്കും വയ്യാതായി. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി ഇവിടെ അടിച്ചു വരും. കുറേ നാളായിട്ട് നമുക്ക് കുഞ്ഞ മത്തി തന്നെ കിട്ടിയിരുന്നുള്ളൂ കേട്ടോ. കുഞ്ഞമത്തിക്ക് കൂട്ടിയിട്ട് മടുപ്പായേക്കായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മത്തിയൊക്കെ കാണാൻ കൊതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിതാ മീൻകാരൻ വന്നപ്പോൾ വലിയ മത്തിയായിരുന്നു. ഞാനല്ല കേട്ടോ മേടിക്കാൻ പോയത്, കുഞ്ഞാണ് മേടിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ മത്തി മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ മീൻകാരനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്താ ഈ മീൻ വലുതാവാത്തത് ചോദിക്കും. എന്ന് കാണുമ്പോഴും മത്തി അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നല്ല വലിയ മത്തി കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാനിന്ന് മാങ്ങ ഒക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മത്തി കിട്ടിയ വശം തന്നെ ഞാൻ ഇന്ന് മത്തി കണ്ട സന്തോഷത്തിൽ ഞാൻ വേഗം ഇരുന്നിട്ട് മത്തി നന്നാക്കുകയും ചെയ്തിട്ട് രാവിലെ തന്നെ പണികളൊക്കെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് തന്നെ രാവിലെ നേരത്തെ കറി വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുന് ഉച്ചയ്ക്ക് പരീക്ഷയ്ക്ക് പോകണം. അപ്പോൾ അപ്പോഴത്തേനും അവന് ചോറും കറിയൊക്കെ ആവണ്ടേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ ഒക്കെ വിശേഷങ്ങളായിട്ട് ഞാൻ വീഡിയോ പിടിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും വലിയ മത്തിയൊക്കെ കിട്ടാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.